ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടർ ഹർഷനയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഡോക്ടർ എല്ലാവരോടും പറയുന്നു. കുഞ്ഞിന് അർച്ചനയോട് ഇത്രത്തോളം അടുപ്പം തോന്നാനുള്ള കാരണം ചിലപ്പോൾ കുഞ്ഞ് ജനിച്ചപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത് അർച്ചനയായിരിക്കും. അതുകൊണ്ട് ആ കുഞ്ഞ് അർച്ചനയുമായിട്ട് കൂടുതൽ അടുത്തത്. ആദ്യം അറിഞ്ഞ സ്പർശവും ആദ്യം അറിഞ്ഞ ഗന്ധവും ആ കുഞ്ഞ് അർച്ചനയുടേതായതുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സിലേക്ക് അർച്ചന ഒരു സുരക്ഷിതത്വം നൽകുന്നത് പോലെ ആ കുട്ടിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞ് അർച്ചനയോട് കൂടുതൽ അടുക്കുന്നതും അർച്ചന കുഞ്ഞിനെ എടുക്കുമ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്താനുള്ള കാരണവും. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അർച്ചനയ്ക്ക് ഒരു കുഞ്ഞ് ഉണ്ടായിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളായിട്ടില്ലാത്ത അർച്ചനയുടെ മനസ്സിൽ ഒരു കുഞ്ഞിനോടുള്ള വാത്സല്യവും സ്നേഹവും എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോ ആ നിസ്വാർത്ഥമായ സ്നേഹം അത് ആ കുഞ്ഞിന് അർച്ചന പകർന്നു നൽകി. അതുകൊണ്ടാണ് കുഞ്ഞ് അർച്ചനയുമായി കൂടുതൽ അടുത്തതും കുഞ്ഞിന് അർച്ചനയുടെ സാന്നിധ്യം ഒരു ആശ്വാസമായി മാറുന്നതും. അത് നിങ്ങൾ കരുതുന്നത് പോലെ കുഞ്ഞിന് പ്രത്യേകിച്ച് അർച്ചനയോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ടില്ല. മറിച്ച് അമ്മ മകൾ ബന്ധം, ഒരു അമ്മയും മകളുമായിട്ടുള്ള ഒരു ബോണ്ട് അതുണ്ടായിരിക്കുന്നത് അർച്ചനയും കുഞ്ഞും തമ്മിലാണ്. അതുകൊണ്ടാണ് കുഞ്ഞ് കൂടുതൽ കരയുമ്പോ അർച്ചന വന്നെടുക്കുമ്പോ ആ കരച്ചിൽ നിൽക്കുന്നതും കുഞ്ഞ് അർച്ചനയിൽ ആശ്വാസം കണ്ടെത്തുന്നു. സ്വന്തം അമ്മയെക്കാളും ചിലപ്പോൾ കൂടുതൽ സ്നേഹം നൽകാൻ കഴിയും ചില പോറ്റമ്മമാർക്ക് എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ ആതിര ദേഷ്യത്തോടെ ചോദിച്ചു, അപ്പൊ പിന്നെ അമ്മയായ ഞാൻ പിന്നെ എന്തിനാ എന്റെ കുഞ്ഞിനെ വളർത്താനായിട്ട് എപ്പോഴും ആ പോറ്റമ്മയെ തന്നെ ആശ്രയിക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ കുഞ്ഞിനെ വളർത്തേണ്ടത് ഞാനല്ലേ? ഡോക്ടർ തന്നെ പറ, എന്റെ കുഞ്ഞിന്റെ മേൽ അവകാശം എനിക്കല്ലേ ഉള്ളത് എന്ന് ചോദിച്ചതും ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. കുഞ്ഞിന് കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോ, ഒരു തിരിച്ചറിവായി കഴിയുമ്പോ അമ്മ ആരാണെന്നും വല്യമ്മ ആരാണെന്നുമുള്ള സത്യം കുഞ്ഞിന് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോ ഈ ഇളം പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് അവരെ സ്നേഹിക്കുകയും അവരെ കൂടുതൽ കരുതലോടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളോടാണ് താല്പര്യമുണ്ടാവുന്നത്. അവരുടെ സാന്നിധ്യവും അവരുടെ സ്പർശവും കുഞ്ഞിന്റെ മനസ്സിൽ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു തലോടലായി മാറുകയാണ്. അതുകൊണ്ടാണ് കുഞ്ഞ് അർച്ചന എടുക്കുമ്പോൾ കരയാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കരുതുന്നത് പോലെ ഒരു അമ്മ കുഞ്ഞ് ബന്ധം ഉണ്ടായിട്ടുള്ളത് അർച്ചനയുമായിട്ട് തന്നെയാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും. എന്തായാലും ഇനിയും മുതിർന്നു വരുമ്പോ കുഞ്ഞിന്റെ സ്വഭാവം മാറില്ലെന്നോ അമ്മയെ തിരിച്ചറിയില്ല എന്നല്ല, കുഞ്ഞ് സാവകാശം വളർന്നു വരുന്നതിനോടൊപ്പം കുഞ്ഞിന്റെ ഈ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുകയും അമ്മയെ തിരിച്ചറിഞ്ഞ് അമ്മയെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്യും. പക്ഷെ കുഞ്ഞ് വല്ലാതെ കരയുന്ന ആ നിമിഷങ്ങളിൽ അർച്ചന തന്നെയാണ് കുഞ്ഞിന് ആശ്വാസം. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൂടുതൽ കരയാൻ അനുവദിക്കാതെ അർച്ചന ദിവസത്തിൽ ഒരു തവണയെങ്കിലും കുഞ്ഞിനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മനസ്സിന് വല്ലാത്ത വേദന ഉണ്ടാവുകയും അത് കുഞ്ഞ് കരച്ചിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കുഞ്ഞ് കൂടുതൽ കരയാൻ അനുവദിക്കാതെ കുഞ്ഞിനെ കരച്ചിൽ കൂടുന്നു എന്ന് അറിയുന്ന നിമിഷം അർച്ചനയുടെ കൈകളിൽ കുഞ്ഞിനെ ഏൽപ്പിക്കുക എന്നത് മാത്രമാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ആതിര ദേഷ്യത്തോടെ അർച്ചന കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ട് അവിടേക്ക് വന്നു. സച്ചിയും സന്ദീപും സേതുമാധവനും ഒക്കെ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അർച്ചനയുടെ കൈകളിലിരുന്ന് സുഖമായി ഉറങ്ങുന്ന ആ കുഞ്ഞിനെ നോക്കി ആതിര ദേഷ്യത്തോടെ നോക്കി നിന്നു. പിന്നീട് അർച്ചനയും ശശിയും കൂടി നേരെ വൃന്ദാവനത്തിലേക്ക് വന്നെത്തി. അവിടേക്ക് അവർ അപ്രതീക്ഷിതമായി വന്നത് കണ്ട് കമലമ്മ വലിയ സന്തോഷത്തോടെ അരികിലേക്ക് എത്തി. ആഹാ അച്ചു, നിങ്ങളെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്ന് ചോദിച്ച് രണ്ടുപേരോടും വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ് കമലയെടുത്തിയും ദയാനന്ദം മാഷും. അപ്പോഴേക്കും ഉടനെ അവിടെ കണ്ട ആവണി മോളോട് വിശേഷങ്ങൾ ചോദിച്ചപ്പോ, സുഖമാണോ ആവണി മോളെ എന്ന് ചോദിച്ചതും നാളെ മുതല് കുറച്ച് ദിവസത്തേക്ക് അവധിയായതുകൊണ്ട് ഇനി സുഖമാ എന്ന് ആവണി മറുപടി നൽകി. അപ്പോ ഏട്ടത്തിയും ഏട്ടനും എവിടെ അമ്മയെന്ന് അച്ചു അന്വേഷിച്ചതും അവർ രണ്ടുപേരും അകത്തുണ്ട്, മോളെ ആവണി മോളി എന്ന് വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ആവണിയെ അവരെ വിളിക്കാനായി പറഞ്ഞയച്ചു. ആവണി അനൂപിനെയും മീരയെടുത്തിയും വിളിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് എത്തിയതും ആവണി മോളുടെ അരികിൽ വന്ന് അവര് അനൂപിനെ സച്ചിയും വേഗം എഴുന്നേറ്റ് നിന്ന് നടക്കാനായി സഹായിക്കുന്നു. അങ്ങനെ സച്ചി കൂടി അനൂപിനെ പിടിച്ച് നേരെ ആ സെറ്റിയിലേക്ക് ഇരുത്തി. ഇപ്പോ എങ്ങനെയുണ്ട് അനൂപേട്ട കാലിന് എന്ന് സച്ചി അന്വേഷിച്ചതും കാല് കുത്തി നടക്കാറായിട്ടില്ല, കുത്തുമ്പോ ചെറിയൊരു വേദനയുണ്ട്, അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോകണം. അല്ല നിങ്ങളെന്താ ഈ സമയത്ത് എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന എന്ന് പറഞ്ഞതും ഹോസ്പിറ്റലിലോ എന്തു പറ്റി? അത്
മോൾക്ക് വല്ലാത്ത കരച്ചിലായിരുന്നു. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ. അവിടെ ചെന്ന് അർച്ചന എടുത്തതിന് ശേഷമാ കുഞ്ഞ് കരച്ചിൽ നിർത്തിയത് എന്നറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും ധ്യാനരമേശും കമലയെടുത്തിയും ഒക്കെ നോക്കി. അപ്പോൾ ആതിരയൊന്നും പറഞ്ഞില്ലേ എന്ന് മീരയെടുത്ത് ചോദിച്ചത് കേട്ട് സച്ചിയും അർച്ചനയും ആകെ വിഷമത്തോടെ നോക്കി. അപ്പോഴേക്കും മീരയെടുത്തി പറഞ്ഞു, ഇതൊന്നും മറച്ചു വെക്കണ്ട അച്ചു. നിങ്ങൾ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾ ചേച്ചിയും അനുജത്തിയും അത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അതിൽ ഇടപെടാതിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുപേട്ടൻ പറഞ്ഞു, അല്ല ആതിര ഇങ്ങനെ അങ്ങ് തുടരുകയാണെങ്കിലേ സന്ദീപിനോട് പറയണം, അവക്കിട്ട് 2 എണ്ണം കൊടുത്തോളാൻ. ഇവിടുന്ന് ആരും ചോദിക്കാനൊന്നും വരില്ല. അച്ചു, എന്താ നിന്നെ അവള് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരും. സച്ചി പറഞ്ഞു, ഇപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. ആതിര പറയുന്ന കാര്യത്തിലും നമുക്ക് എതിർപ്പൊന്നും പറയാൻ കഴിയില്ലല്ലോ. പിന്നെ അർച്ചനയ്ക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടാവുന്നു. കുഞ്ഞിനെ എടുക്കരുതെന്നൊക്കെ പറയുമ്പോ അർച്ചനയ്ക്ക് അത് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എന്ന് സച്ചി പറയുമ്പോ കമലയെടുത്തി പറഞ്ഞു, ഈ പെണ്ണിന് ഇത് എന്താ? അവള് കുഞ്ഞിനെ എടുക്കരുതെന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്കിത് എന്തിന്റെ അസുഖാ എന്നൊക്കെ കമലയെടുത്തി പറഞ്ഞത്. അനൂപ് പറഞ്ഞു, മോളെ അച്ചു, ആതിര കുഞ്ഞിനെ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ നീ കുഞ്ഞിനെ എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോ ദേവണ്ണമാഷി ചോദിച്ചു, നീ എന്താണ് അനൂപി പറയുന്നത്? അവൾക്ക് കുഞ്ഞിനെ എടുക്കണ്ട എന്ന് ആതിര പറഞ്ഞെന്ന് വെച്ച് അച്ചുവിന് കുഞ്ഞിനെ എടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതും അനൂപ് പറഞ്ഞു, അച്ഛാ, ആതിര കുഞ്ഞിനെ എടുക്കണ്ടെന്ന് പറയുമ്പോ അച്ചു കുഞ്ഞിനെ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും അവിടെ പ്രശ്നമല്ലേ ഉണ്ടാവുകയുള്ളൂ. അച്ഛൻ പറ, രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകാനല്ലേ ഇടയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആതിര ആ പറയുന്നതിന് അല്ലെങ്കിൽ അവളെ നിലയ്ക്ക് നിർത്തുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ കമലയെടുത്തി പറഞ്ഞു, അവള് ഇങ്ങനെ വാശി പിടിക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആതിരയുടെ സംസാരം കേട്ട് നിരടുത്തി പറഞ്ഞു, എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് വാശി പിടിക്കാൻ പാടുണ്ടോ? കുഞ്ഞിനെ കരച്ചിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ അർച്ചന വേണ്ടേ? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതുകൊണ്ടാ എടുത്തേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തന്നെ. അവള് എല്ലാ കാര്യങ്ങളും അവൾ തനിച്ച് നോക്കിക്കോളാന്നാ പറയുന്നത്. എന്നെ കൊണ്ട് ഒരു കാര്യം നോക്കാനും അവളെ സമ്മതിക്കുന്നില്ല. കുഞ്ഞുമോളുടെ കാര്യം ഒന്നും തന്നെ ചെയ്യാൻ അവൾ എന്നെ അനുവദിക്കുകയില്ല. അതുകൊണ്ട് അവള് തനിച്ച് മോളുടെ കാര്യങ്ങൾ നോക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല ഏട്ടത്തി. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് അമ്മ മുമ്പ് പറഞ്ഞതുപോലെ ഏട്ടത്തിക്ക് വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതും മീരയെടുത്തി ആകെ ടെൻഷനിലായി. അപ്പോഴേക്കും അനുപേട്ടൻ പറഞ്ഞു, നീ വേണമെങ്കിൽ പൊക്കോ, എൻ്റെ കാര്യം ഇവിടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ എന്ന് അനൂപ് മറുപടി നൽകി. അത് കേട്ടപ്പോഴേക്കും കമലയെടുത്തി പറഞ്ഞു, ശരി അമ്മീരെ, നീ കുറച്ചു ദിവസത്തേക്ക് അവിടെ പോയി നിന്നോ, ആതിരയുടെ കാര്യത്തിൽ ഒന്ന് തീരുമാനമാവുമല്ലോ. അപ്പോഴേക്കും ഉടനെ മീരടുത്തി പറഞ്ഞു, ഞാൻ പോകാമേ, അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ അടുത്ത് അവൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, അവള് വിവരം അറിയും എന്ന് മീരടുത്തി പറഞ്ഞതും അച്ഛനെ നോക്കിയിട്ട് മീരടുത്തി പറഞ്ഞു, ഞാൻ വരാ അച്ചു. അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു, എൻ്റെ മീരെ, നിന്നോട് പോകാൻ പറഞ്ഞത് അവിടെയുള്ള പ്രശ്നം കൂടുതലാക്കാനല്ല, ഉള്ള പ്രശ്നം അവസാനിപ്പിക്കാനാണ്. നിന്നെ ഇപ്പൊ പറഞ്ഞു വിടുമ്പോ എനിക്കാണല്ലോ പേടിയാവുന്നത് എന്ന് കമലടുത്തി പറഞ്ഞതും ഉടനെ മീരടുത്തി പറഞ്ഞു, എനിക്കറിയാമേ, ഞാൻ നോക്കിക്കോളാം. അപ്പോഴേക്കും ദയാനന്ദ മാഷ് പറഞ്ഞു, സച്ചി, ആതിരയുടെ സ്വഭാവമല്ലേ, അതറിയാവല്ലോ. അതുകൊണ്ട് അവള് പൊട്ടബുദ്ധിക്ക് ഓരോന്ന് പറയുമ്പോ അതൊന്ന് നോക്കിയേക്കണേ എന്ന് പറഞ്ഞത് ശശി പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ലെന്നേ, ഞങ്ങൾക്ക് അതൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളല്ല, അവളെ ഞങ്ങൾക്ക് അറിയാവല്ലോ എന്ന് ചോദിച്ചതും ഉടനെ സച്ചി ചോദിച്ചു, അല്ല ആവണിമോൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞതും, അല്ല എല്ലാരും പറഞ്ഞതിന് ശേഷം ഞാൻ പറയാമെന്ന് കരുതി. അല്ല ഇനി എന്നോട് പറയാൻ പറഞ്ഞുകൊണ്ടെന്നാ അമ്മയുടെ കൂടെ ഞാൻ കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചതും, അതിന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലോ, ആവണിമോള് പോരെ എന്ന് സച്ചി പറഞ്ഞതും ഉടനെ അനുവിനെ നോക്കിയിട്ട് ആവണി ചോദിച്ചു, എന്താ അച്ഛാ ഞാൻ കൂടി പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പം അവധിയല്ലേ, പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദയാനന്ദ മാഷ് പറഞ്ഞു, അതെ മോളെ, അവധിയൊക്കെയാ, അവിടെ ചെന്ന് കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഇല്ല. അപ്പോഴേക്കും കമലടുത്ത് പറഞ്ഞു, മോള് നോക്കിക്കോണം നിന്റെ അമ്മയെ കേട്ടോ എന്ന് ചോദിച്ചതും അക്കാര്യം ഞാൻ ഏറ്റും എന്ന് ആവണി കമലയെ നോക്കി പറയുന്നു. അങ്ങനെ കമലമ്മ പറഞ്ഞു, എന്നാ ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് കമലമ്മ അകത്തേക്ക് പോയതും ഉടനെ അർച്ചന മീരടുത്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, മീരടുത്തി ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അത് കേട്ടതും മീരടുത്തി ശരിയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മാഷി ചോദിച്ചു, അല്ല മോനെ, ഇന്ന് ഇത്രയും വൈകിയില്ലേ, ഇനിയിപ്പോ പോണോ? ഇന്ന് ഇത്രയും നേരം വൈകിയത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇന്നിനിപ്പോ പോകേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, എനിക്ക് മനസ്സിലായി അച്ഛൻ എന്താ പറഞ്ഞു വരുന്നെന്ന്. അച്ഛൻ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇന്ന് പോകുന്നില്ല, ഇന്നിവിടെ തങ്ങാൻ തന്നെ വന്നത് എന്ന് സച്ചി പറഞ്ഞതും അത് കേട്ടതോടെ എല്ലാവർക്കും വലിയ സന്തോഷമാണ്.
പിന്നീട് ആവണിയും കൂട്ടി ശശിയും അർച്ചനയും നേരെ നെല്ലിശ്ശേരിയിലേക്ക് എത്തി. ആവണി ഹായ് കുഞ്ഞാവേ എന്ന് വിളിച്ച് വേഗം അവിടേക്ക് ഓടിയെത്തിയതും കുഞ്ഞാവയെ കൊഞ്ചിച്ചുകൊണ്ട് ആവണി അങ്ങ് നിൽക്കുമ്പോൾ സന്ദീപും മറ്റെല്ലാവരും ആവണിയുമായി മീരയും സച്ചിയും അർച്ചനയും കൂടി എത്തിയതിന് സന്തോഷത്തോടെ ആ കുഞ്ഞുവാവ എവിടെ എന്ന് ചോദിച്ച് ആദ്യയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തു. ഹായ് വാവച്ചി എവിടെ എന്ന് ചോദിച്ച് ആവണി കുഞ്ഞിനെ നോക്കി. ഈ സമയത്ത് മീരയെടുത്ത് കുഞ്ഞിനെ കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അർച്ചന എത്തി വലിഞ്ഞ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് സന്ദീപിനെ കണ്ടിട്ട് മീരയെടുത്ത് ചോദിച്ചു, സന്ദീപ് എന്താ ഓഫീസിൽ പോകാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞാവ ഉടനെ തന്നെ ആവണി പറഞ്ഞു, എനിക്കറിയാം കുഞ്ഞാവനെ നോക്കാൻ വേണ്ടിയല്ലേ സന്ദീപ് അങ്കിൾ പോകാതിരുന്നത് എന്ന് ചോദിച്ചതും ആണല്ലോ എന്ന് പറഞ്ഞ് സന്ദീപ് അങ്ങനെ നിന്നു. അപ്പോഴേക്കും ഉടനെ മീരടുത്തി കുഞ്ഞിനെ കൈ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ മീരടുത്തി പറഞ്ഞു, ഇനി മുതൽ കുഞ്ഞുമോളുടെ കാര്യങ്ങൾ നോക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഞാനുണ്ട് ഇവിടെ കുഞ്ഞാവിടെ കാര്യം നോക്കാൻ എന്ന് പറഞ്ഞ് മീരടുത്തി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആതിരയ്ക്കും വലിയ സന്തോഷമായി. ആതിര അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് മാറുന്ന അർച്ചന എത്തി വലിഞ്ഞ് കുഞ്ഞിനെ നോക്കുന്നത് കണ്ടത്. ഉടനെ മീരടുത്ത് ചോദിച്ചു, ആഹാ അച്ചു നീ എന്താ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നത്? കുഞ്ഞുമോളെ നിനക്ക് നേരിട്ട് കണ്ടൂടെ? നോക്കിക്കേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അർച്ചനയുടെ അരികിലേക്ക് കൊണ്ടുവന്നു. അർച്ചന പതിയെ ഇങ്ങനെ മാറി നിന്ന് നോക്കുന്നത് കണ്ട് അർച്ചനയോട് ചോദിച്ചു, നീ എന്താ അച്ചു ഇങ്ങനെ മാറി നിന്ന് നോക്കുന്നത്? നിന്റെ അനിയത്തിയുടെ കൊച്ചല്ലേ, നീ ഇങ്ങനെ അന്യരെ പോലെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നീ കുഞ്ഞിനെ നിലത്ത് വെക്കാതെ എടുത്തോണ്ട് നടന്നല്ലേ? എന്താ നീ നോക്കിക്കേ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് അർച്ചനയുടെ കയ്യിലേക്ക് ഇപ്പൊ ആ സ്നേഹമൊക്കെ പോയോ എന്ന് ചോദിച്ച് മീരെടുത്തി കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. കുഞ്ഞ് അർച്ചന മേടിക്കാൻ മടി കാണിച്ചൊക്കെ നിൽക്കുമ്പോൾ സച്ചി പറഞ്ഞു, വേണ്ട എടുത്തി അത് ശരിയാവില്ല എന്ന് പറഞ്ഞതും സച്ചിയോട് മീരെടുത്തി ചോദിച്ചു, ശരിയാവില്ലെന്നോ? അതെന്താ ശരിയാവാത്തത്? നാളെ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നതല്ലേ, അപ്പോൾ ആ കുഞ്ഞിനെ എടുത്തല്ലേ പറ്റും. അതുകൊണ്ട് ഇപ്പോഴേ കുഞ്ഞിനെ എടുക്കുന്നതൊക്കെ നല്ലതാ. കുഞ്ഞിനെ എടുത്ത് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാ. ഇതാ പിടിച്ചേ എന്ന് പറഞ്ഞ് ആദ്യയുടെ കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിലേക്ക് മീരെടുത്തി ഏൽപ്പിച്ചു. നന്നായിട്ട് ചേർത്ത് പിടിച്ചോ എന്ന് പറഞ്ഞ് മീരെടുത്തി കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിലേക്ക് കൊടുക്കുകയും അർച്ചന കുഞ്ഞിനെ കൈ പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മീരെടുത്തി കുഞ്ഞിനെ കൈ കൊടുത്തതുകൊണ്ട് അർച്ചന കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന നേരത്ത് സന്ദീപ് പറഞ്ഞു, എന്നാൽ നിങ്ങളിവിടെ സംസാരിച്ച് നിൽക്ക്, ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് നേരെ ആവണിയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, എന്താ ആവണി മോളും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ സന്ദീപ് ചോദിച്ചത് കേട്ട് മീര പറഞ്ഞു, ശരി എന്നാ മോള് പൊക്കോ എന്ന് പറഞ്ഞതും സന്ദീപ് ആവണിയും വിളിച്ചുകൊണ്ട് വാതിക്കലേക്ക് എത്തിയതും പെട്ടെന്ന് മീരെടുത്തി പറഞ്ഞു, അതെ ഞാനേ സന്ദീപിന്റെ കാര്യം പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് വേഗം സിറ്റൗട്ടിലേക്ക് മീരെടുത്തി എത്തി. ഉടനെ അർച്ചനയുടെയും സന്ദീപിന്റെയും ഒക്കെ ആശങ്കകൾ അറിയാവുന്നതുകൊണ്ട് മീരെടുത്ത് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ആവണി മോള് കാറിപ്പോയിരുന്നു, അങ്കിൾ ഇപ്പൊ വരും. ഉടനെ സന്ദീപ് എന്താന്നുള്ള രീതിയിൽ മീരെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, സന്ദീപും സച്ചിയും ഓഫീസിൽ പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇനി മുതൽ അക്കാര്യമൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. കൃത്യസമയത്ത് ഞാൻ ആതിരയുടെ കണ്ണു വെട്ടിച്ച് അർച്ചനയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചോളാം. കുഞ്ഞിന് വേണ്ട മരുന്ന് അർച്ചന കൊടുക്കുകയും ചെയ്തോളും. അത് ഞാനും ശശിയും അർച്ചനയും കൂടി നോക്കിക്കോളാം. സന്ദീപ് അക്കാര്യം ഓർത്തിന് ടെൻഷൻ ആവേണ്ടതില്ല. പിന്നെ വേറൊരു കാര്യം കൂടി, ആതിരയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. എന്തായാലും അവളുടെ പ്രശ്നത്തിനും കൂടി പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഈ മേരെടുത്ത് ഇനി ഇവിടെ നിന്ന് പോകും. സന്ദീപേ നീ സമാധാനമായിട്ടിരുന്നോ എന്ന് പറഞ്ഞതും സന്ദീപ് ശരി ഏട്ടത്തി എന്ന് പറഞ്ഞ് തലകുലുക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങണം. അതിനുശേഷം മേരെടുത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ പോകുമ്പോൾ അവന്തികയെ വിളിച്ചതനുസരിച്ച് അവന്തികയെ അഡ്വക്കേറ്റ് കാണാനായി വിളിച്ചതുകൊണ്ട് അവർ രണ്ടുപേരും പുറത്തു വെച്ച് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അവന്തിക വക്കീലിന് അരികിലേക്ക് എത്തിയതും എന്താ മേഡം എന്താ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഉടനെ വക്കീൽ പറഞ്ഞു, അതെ എൻ്റെ വക്കാലത്തുമായിട്ട് ഇന്നലെ എൻ്റെ സ്റ്റാഫ് ജയിലിൽ പോയിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ വക്കാലത്ത് ഒപ്പിടാൻ ധനുഷ് തയ്യാറായില്ല. അത് കേട്ടതും അവന്തിക ഞെട്ടലോട് ചോദിച്ചു, അതെന്താ മേഡം, ഞാൻ വക്കാലത്ത് മേഡത്തെ ഏൽപ്പിച്ചതാണല്ലോ, എന്നിട്ട് എന്തായിരിക്കും ധനുഷ് അത് സൈൻ ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ആ മേഡം പറഞ്ഞു, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പ്രേംകുമാർ സാറിൻ്റെ അസിസ്റ്റന്റ് അവിടെ ചെന്ന് ബെയില് ഒപ്പിട്ടിരുന്നു. അതുകൊണ്ട് വക്കാലത്ത് ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ധനുഷ് എൻ്റെ വക്കാലത്ത് ഒപ്പിടാൻ മടി കാട്ടിയത്. അത് കേട്ടപ്പോഴേക്കും അവന്തിക്ക് ചോദിച്ചു, അതാരേ പ്രേംകുമാർ എന്ന് പറഞ്ഞ ആള്? അങ്ങനെ ഒരു വക്കീലിനെ ഞാൻ ഏർപ്പാട് ചെയ്തില്ലല്ലോ, മേഡത്തെയാണല്ലോ ഞാൻ ഏർപ്പാട് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മേഡം പറഞ്ഞു, ഞാൻ അന്വേഷിച്ചു, സാറും എൻ്റെ ബാർ അസോസിയേഷനിലെ മെമ്പറാണ്.
അതുകൊണ്ട് ബാർ കൗൺസിൽ മെമ്പർ ആയതുകൊണ്ട് സാറിനോട് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു ചുമതല ഏൽപ്പിച്ചത് ഒരു സന്ധ്യ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. അത് കേട്ടതും സന്ധ്യയോ, അതെന്താ, അവരുടെ കൂടെ മറ്റൊരു സുഹൃത്തുകൂടി ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോഴേക്കും അവധി ചോദിച്ചു, മറ്റൊരു സുഹൃത്തോ, ഇനിയും സച്ചിയോ സന്ദീപോ അങ്ങനെ ആരെങ്കിലും ആണോ? ആ പേര് പറഞ്ഞിരുന്നോ? പക്ഷെ എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ എന്തായാലും സാറിനോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞു. എന്തായാലും ഇക്കാര്യത്തിൽ അവന്തിക ടെൻഷൻ ആവണ്ട. മറ്റന്നാൾ തീർച്ചയായിട്ടും ധനുഷിന് ജാമ്യം അനുവദിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ സാർ ചെയ്തിട്ടുണ്ട്. സാർ എന്നെക്കാളും സീനിയർ ആയതുകൊണ്ട് തന്നെ സാറൊക്കെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്തോളും എന്നറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും അവന്തിക്ക് വീണ്ടും ടെൻഷനായി. അല്ല, ഞാൻ അറിഞ്ഞില്ല മേഡം ഇങ്ങനെ ഒരു നീക്കം നടന്നിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മേഡത്തെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയതെന്ന് പറഞ്ഞത്. അത് സാരമില്ല അവന്തിക, അവന്തികയോടൊന്ന് പറയണമെന്ന് തോന്നി, അതാ ഞാൻ അവന്തികയെ വിളിപ്പിച്ചത് എന്ന് വക്കീൽ അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും അവന്തിക്ക് ആകെ സംശയമായി. എന്തായിരിക്കും, ആരായിരിക്കും സന്ധ്യയോടൊപ്പം പോയത്? ഉടനെ മേഡം എന്നാ ശരിയെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് പോകാനായി യാത്ര പറഞ്ഞിറങ്ങിയതും ഉടനെ തന്നെ അവധി ചോദിച്ചു, അല്ല മേഡം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് നന്ദകുമാർ എന്നാണോ അയാളുടെ പേര് എന്ന് ചോദിച്ചപ്പം അതെ അതെ അത് തന്നെയാണ്. എന്താ അർച്ചന, അവന്തിക എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വക്കീൽ അന്വേഷിച്ചതും ഉടനെ അവന്തിക പറഞ്ഞു, ഇല്ല മേഡം, പ്രശ്നമൊന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവന്തിക വക്കീലിനോട് പൊയ്ക്കോളാനായി അറിയിച്ചു. അങ്ങനെ അവന്തിക വക്കീലിനെ പറഞ്ഞയച്ചതിന് ശേഷം അവന്തിക ആകെ ടെൻഷനിലായി. സത്യത്തിൽ എന്തിനായിരിക്കും ധനുഷിനെ പുറത്തിറക്കാനായി സന്ധ്യ തയ്യാറെടുത്തത്? സന്ധ്യക്ക് അതിന്റെ കാരണം എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? സന്ധ്യ എന്തിന് ധനുഷിനെ ജാമ്യത്തിലിറക്കണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സന്ധ്യയെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കാനുമായിട്ട് എന്തിനാണ് നന്ദേട്ടൻ പോയത്? ഒട്ടും എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ എന്നെല്ലാം അവന്തിക ആകെ സംശയത്തോടെ ആലോചിച്ചു. അപ്പോഴാണ് അർച്ചനയുടെ അരികിലേക്ക് എത്തിയ കുഞ്ഞവിടെ തുണികളൊക്കെ മടക്കി വെച്ചുകൊണ്ട് അർച്ചനയും മീരെടുത്തിയും ഇരിക്കുന്നതിനിടയിൽ മീരെടുത്തി അർച്ചനയോട് ചോദിച്ചു, അല്ല ഇനി എന്നാ ഡോക്ടറെ കാണാൻ പോകേണ്ടത്? ഇനി എന്നത്തേക്ക് ചെല്ലാനാ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, അത് പിന്നെ ഡോക്ടർ പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അടുത്ത ദിവസം തന്നെ വിളിച്ചിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും മീരെടുത്തി പറഞ്ഞു, അതെ ഇനി അമാന്തമൊന്നും പാടില്ല, എത്രയും വേഗം ഡോക്ടർ ഇങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അങ്ങോട്ട് പോയി ഈ കൺസൾട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് കുഴപ്പമുണ്ടാക്കുന്നത്. എന്തായാലും നമ്മുടെ ആവശ്യമായതുകൊണ്ട് ഡോക്ടർ ചിലപ്പോൾ മറന്നു പോയെന്നിരിക്കും, പക്ഷേ നിങ്ങൾ അക്കാര്യം കൃത്യമായി മനസ്സിലാക്കി ഡോക്ടറെ കണ്ട് ഇനി ട്രീറ്റ്മെൻറ്റ് കാര്യത്തിൽ യാതൊരു അമാന്തവും വരുത്തരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യണമെന്ന് മീരെടുത്തി അർച്ചനയോട് പറഞ്ഞു. അപ്പോഴേക്കും മീരെടുത്തിയോട് അർച്ചന പറഞ്ഞു, ഞങ്ങളും അത് തന്നെ ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെയും ആഗ്രഹം അത് തന്നെയാണ്. ഇനി ഇങ്ങനെ ഒരു പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നാണ് ഞാൻ സച്ചിയേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയിച്ചു. ആതിരയുടെ കാര്യത്തിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കൊള്ളാം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കുന്നത് കൊണ്ട് അച്ചു നിനക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഞാൻ ചോദിക്കുന്നതിൽ നീ എന്തെങ്കിലും നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പറയുകയും വേണ്ട. ഞാൻ വെറുതെ അന്വേഷിക്കുന്നതേ ഉള്ളൂ. ഡോക്ടറെ നിങ്ങൾ കണ്ടതിന് ശേഷം ഡോക്ടർ എന്താ പറഞ്ഞത്? നിങ്ങളിൽ ആർക്കാണ് ശരിക്കും പ്രശ്നമുള്ളത് എന്ന് മീരെടുത്തി അർച്ചനയോട് അന്വേഷിച്ചു. അത് കേട്ടതും അർച്ചന കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇക്കാര്യത്തിൽ മറുപടി പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യക്കുറവൊന്നും തന്നെയില്ല. പക്ഷേ സത്യത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആരിലാണ് പ്രശ്നം ചോദിച്ചാൽ സച്ചേട്ടനാണ് പ്രോബ്ലം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ട്രീറ്റ്മെന്റ് നടത്തുന്നത് എനിക്കും സച്ചേട്ടനും കൂടിയാണ്. അത് കേട്ടതും അർച്ചനയോട് അതിശയത്തോടെ മീരെടുത്ത് നോക്കി. അല്ല, അതെന്തിനാ നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ട്രീറ്റ്മെന്റ് നടത്തുന്നത് എന്ന് മീരെടുത്ത് അന്വേഷിച്ചതും അർച്ചന പറഞ്ഞു, അത് വേറൊന്നും കൊണ്ടല്ല, സച്ചേട്ടനോട് ഇക്കാര്യം പറയാൻ കഴിയില്ല. സച്ചേട്ടനിൽ നിന്ന് ഇത് മറച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കാണ് പ്രശ്നമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സച്ചേട്ടൻ ഒരിക്കലും ഇക്കാര്യം അറിയാനും പോകുന്നില്ല. ഞങ്ങൾ രണ്ടുപേർക്കും സച്ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഒരു കുഞ്ഞ് വേണമെന്നുള്ളത്. അതോടൊപ്പം അവിടെ സന്ധ്യ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇനി ഡോക്ടർ ഇത് സംഭവിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർ പറയുമോ എന്നൊരു ആശങ്കയാണ് മനസ്സിലാകെ എന്ന് പറഞ്ഞതും മീരെടുത്തി പറഞ്ഞു, അങ്ങനെ എന്തായാലും വരില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടർ ഇങ്ങനെ ഒരു സാധ്യത പറയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, അത് തന്നെയാണ് ഒരു പ്രതീക്ഷ. അതുകൊണ്ടാണ് ഡോക്ടർ പറയുന്ന പോലെ തന്നെ ചെയ്യുന്നത്. എന്തായാലും ഡോക്ടർ പറയുന്ന പോലെ ട്രീറ്റ്മെന്റ് ഉടനെ തന്നെ ഞങ്ങൾ തുടങ്ങുകയാണ്.
അതോടൊപ്പം സച്ചിയേട്ടന്റെ പ്രശ്നം മാറുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്. സച്ചിയേട്ടൻ അറിയാതെ ഞങ്ങളുടെ ആഗ്രഹം സാധിക്കാതിരിക്കാൻ കാരണക്കാരൻ സച്ചിയേട്ടനാണെന്നുള്ള സത്യം ഒരിക്കലും സച്ചിയേട്ടനെ ഞാൻ അറിയിക്കില്ല എന്ന് അർച്ചന മീരടുത്തിയോട് പറഞ്ഞു. ഞാനും ഡോക്ടറും ഇപ്പൊ മൂന്നാമത് അറിയുന്നത് മീരടുത്തിയാണ്. മീരടുത്തി ഇത് ആരോടും പറയരുത് എന്ന് അർച്ചന മീരടുത്തിയോട് ആവശ്യപ്പെട്ടു. അത് കേട്ടതും മീരടുത്തി പറഞ്ഞു, ഏയ് ഇല്ല, ഞാനായിട്ട് ഇക്കാര്യം പറയില്ല. പക്ഷെ സച്ചി അറിയാതെ ഇങ്ങനൊരു കാര്യം നടത്താനായി അച്ചു നീ ശ്രമിക്കുന്നത് കൊണ്ടാണ് എന്റെ അതിശയം. എന്തായാലും സച്ചിയോടോ മറ്റാരോടോ ഞാൻ ഇക്കാര്യം പറയില്ല, നിനക്കെന്നെ വിശ്വസിക്കാം എന്ന് മീരടുത്തി അർച്ചനയോട് പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ആ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.